സൗദിയിൽ പൂന്തോട്ട പരിചരണത്തിനുള്ള വിസയിലെത്തിയ തമിഴ്നാട് സ്വദേശി അമ്മാസിക്ക് മുന്നിൽ വിരിഞ്ഞത് പൂന്തോട്ടമായിരുന്നില്ല, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ ചൂടായിരുന്നു. ഒരു മലയാളി നൽകിയ വിസയിലെത്തിയ അമ്മാസിയെ എത്തിച്ചത് മരുഭൂമിയിലെ താഴ്വര 150ഓളം ആടുകളെ മേൽക്കുന്ന ജോലി ഏൽപ്പിച്ചു. ജോലിഭാരവും സ്പോൺസറുടെ ഉപദ്രവവും കാരണം അമ്മാസിയുടെ കുടുംബം 7 മാസം മുൻപ് സാമൂഹ്യ പ്രവർത്തകർ വഴി ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയിരുന്നു. ഖത്തറിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ബന്ധു സൗദിയിലുള്ള സുഹൃത്ത് ബഷീറുമായി ജിദ്ദയിലുള്ള അലി മങ്കടയുമായും കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം 2 മാസം മുൻപ് വീണ്ടും ഇന്ത്യൻ എംബസിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എംബസി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദീഖ് തുവ്വൂരിനെ ചുമതലപ്പെടുത്തി. അടുത്ത ദിവസം തന്നെ സിദ്ദീഖ് തുവ്വൂർ റിയാദിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരെയുള്ള ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെത്തി. ഉദ്യോഗസ്ഥരുമായി വിഷയം സംസാരിച്ചപ്പോൾ അവർ സ്പോൺസറോട് തൊഴിലാളിയെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്ഥലത്തില്ല, അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ അദ്ദേഹം താമസിക്കുന്ന പ്രദേശത്തെത്തിയെങ്കിലും അദ്ദേഹം അയച്ച ലൊക്കേഷനിൽ ആളെ കണ്ടെത്താനായില്ല. വാഹനം 4 വീൽ ഡ്രൈവറില്ലാത്തതിനാൽ പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള യാത്ര മണിക്കൂറുകളോളം നീണ്ടു. പോലീസ് നിർദ്ദേശപ്രകാരം അടുത്ത ദിവസം സ്പോൺസർ തൊഴിലാളിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. ഉദ്യോഗസ്ഥർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശമ്പള കുടിശ്ശിക നൽകി 2 ആഴ്ചകളിൽ നാട്ടിലയക്കാമെന്നേറ്റു. ഒക്ടോബർ അവസാനം ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്തെങ്കിലും നാട്ടിലേക്ക് അയച്ചില്ല. പോലീസ് വഴിയും ഇന്ത്യൻ എംബസി വഴിയും ബന്ധപ്പെട്ടു. സിദ്ദീഖ് തുവ്വൂരും സ്പോൺസറെ ബന്ധപ്പെട്ടു. ഒടുവിൽ കഴിഞ്ഞ ദിവസം അൽ ഖാസിം എയർപോർട്ട് വഴി അമാവാസി നാടണഞ്ഞു. ഫൈസൽ, അസ്കർ, യൂസുഫ്, സന്തോഷ് എന്നിവരും വിവിധ ഘട്ടങ്ങളിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമായി. ലക്ഷക്കണക്കിന് വിദേശികൾ ജോലി ചെയ്യുന്ന ഈ രാജ്യത്ത് ഇത്തരം തൊഴിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൗദി അധികൃതരുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല സമീപനമുണ്ടാകാറാണുള്ളതെന്നും സിദ്ദീഖ് തുവ്വൂർ പറയുന്നു. ചില കേസുകളിൽ അല്പം താമസിച്ചാലും നീതി ലഭിക്കുമെന്നതാണ് അനുഭവമെന്നും വ്യക്തമാക്കിയ സിദ്ദീഖ് ഇതുമായി സഹകരിച്ച ഇന്ത്യൻ എംബസി, സൗദി പോലീസ്, സാമൂഹ്യ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് സാജറിലെ സഹോദരങ്ങൾ ഫൈസൽ, അസ്കർ എന്നിവർക്കും നന്ദി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.